നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂലൈ മാസത്തെ ചതയ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ചതയ നക്ഷത്രം എന്ന് പറയുമ്പോൾ കുംഭക്കൂറാണ്. കുംഭക്കൂറുകാർക്ക് 4-ാം ഭാവത്തിലാണ് വ്യാഴം നിന്നിരുന്നത്. 3-ൽ നിന്നിരുന്ന വ്യാഴം 4-ാം ഭാവത്തിലേക്ക് വന്നപ്പോൾ 3-ൽ നിന്നിരുന്നതിനേക്കാൾ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. മാത്രമല്ല, ലഗ്നാധിപതി ബലവാനായിരിക്കുന്ന ശനിയാണ്. ശനിയുടെ ഒരു ദോഷമുണ്ടെങ്കിലും സ്വക്ഷേത്ര ബലവാനായത് കാരണം കൊണ്ട് ശനി വലിയ ദോഷം ചെയ്യില്ല. എന്നാലും ജന്മശനി ആയത് കാരണം കൊണ്ട് കണ്ടശനീൻ്റെതായിരിക്കുന്ന ദോഷങ്ങൾ വരുത്താനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാടിട്ട് മടക്കാതെ ചെയ്യാൻ ശ്രമിക്കണം. ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നതെയും അവിടെ ചൊവ്വയോട് യോഗം ചെയ്തുമാണ് നിൽക്കുന്നത്. അപ്പോൾ കർമ്മസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെയും കർമാധിപതിയും ദൃഷ്ടിയുള്ള കാരണം കൊണ്ട് തൊഴിലിൽ നല്ല അഭിവൃദ്ധി ഉയർച്ചയുണ്ടാകാനായിട്ട് യോഗമുണ്ട്. നല്ല സഹായങ്ങൾ കിട്ടാനും സഹായികളുടെ ഭാഗത്തു നിന്നും ഗുണങ്ങൾ അനുഭവിക്കാനും യോഗമുണ്ട്. എന്നാൽ 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഭവന സംബന്ധമായിട്ട്, ഭൂമി സംബന്ധമായിട്ട്, വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിലൊക്കെ കുറച്ച് തടസ്സങ്ങൾ, ഈ ഭൂമി പ്രശ്നങ്ങൾ, അതിർത്തി പ്രശ്നങ്ങൾ, വഴിപ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടൊക്കെ മാനസികമായിട്ട് വിഷമങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ എപ്പോഴും ടെൻഷൻ അടിക്കുന്നൊരു സ്വഭാവമാണ് ഈ സമയത്തുള്ളത്. അഗ്നികാരകനായിരിക്കുന്ന സൂര്യൻ 5-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കും. 16-ാം തീയതി കഴിഞ്ഞാൽ സൂര്യൻ ഇഷ്ടസ്ഥാനത്തേക്ക് വരും. അതുപോലെ തന്നെ 7-ാം ഭാവാധിപതി പോയിട്ട് 5-ാം ഭാവത്തിൽ നിൽക്കുന്ന കാരണം പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനായിട്ട് യോഗമുണ്ട്. ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് യോഗമാണ്. സാമ്പത്തികമായിട്ട് അപ്രതീക്ഷിതമായിരിക്കുന്ന ലാഭങ്ങൾക്ക് ജാതകവശാൽ യോഗമുണ്ട്. 2-ാം ഭാവത്തിൽ അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത്. എന്നാൽ രാഹു നേരെ തിരിച്ചും ചില സമയത്ത് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും 4-ാം ഭാവാധിപതി ഭാതകാധിപതിയായിട്ട് ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ധർമ്മദൈവവാൽ കോപം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അതുമാത്രമല്ല, ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ബുധനാണ്. വീടിന് സമീപത്തുള്ള വ്യക്തികളോ സുഹൃത്തുക്കളൊക്കെ അവരുടെ ഭാഗത്തുനിന്നൊക്കെ ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതം, ശത്രുത അവർക്കുണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അവരുടെയൊക്കെയുള്ള പെരുമാറ്റത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. അതുപോലെ തന്നെ നടുവേദന പോലെയുള്ള രോഗങ്ങൾക്ക് യോഗമുണ്ട്. എന്തായാലും തൊഴിലിൻ്റെ കാര്യത്തിൽ നല്ല അഭിവൃദ്ധിയാണ്. വരുമാനത്തിൽ വർധനവുണ്ടാകും. ചെലവ് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഏഴശനിയുടെ ദോഷത്തിന് പരിഹാരം വന്നാൽ മാത്രമേ ഇതുണ്ടാവുള്ളൂ. കാരണം ഉത്സാഹം വർദ്ധിക്കും, ശൗര്യം വർദ്ധിക്കും. എന്ത് സാഹസ പ്രവൃത്തി ചെയ്തും ധനം സമ്പാദിക്കാനുള്ള ഒരു മാനസികാവസ്ഥയുണ്ടാകും. എന്നാൽ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫലം കിട്ടേണ്ട സമയത്ത് പ്രതീക്ഷിക്കുന്ന ഫലം കിട്ടാതെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കണ്ടകശനി ദോഷം പരിഹരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല പ്രാർത്ഥന വേണം. അയ്യപ്പ ക്ഷേത്ര നീരാഞ്ജനം വഴിപാട് ചെയ്യുക. ഇടയ്ക്ക് എള്ളുപായസം കഴിപ്പിക്കുക, എള്ളുതിരി കത്തിക്കുക. പിന്നെ 4-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ കുടുംബ സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് വീട് വിട്ടു പോയാലോ എന്ന് വരെ തോന്നുന്ന രീതിയിലുള്ള വിഷയങ്ങൾ കുടുംബ സംബന്ധമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസ്വക്ത പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമാണ്. എന്നാൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ അലസത, അശ്രദ്ധ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, മനസ്സിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ചില സമയത്ത് നടക്കാതെ വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് രോഗാവസ്ഥ പോലെയുള്ള കാര്യങ്ങൾ ഉള്ളത് കാരണം കൊണ്ട് മാനസിക വിഷമം അനുഭവപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. അതുകാരണം നന്നായിട്ട് പ്രാർത്ഥിക്കുക, പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.